എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്ന സമയത്ത് ചില ഫൈനാൻഷ്യൽ മെട്രിക്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർക്ക് ബിസിനസ് ഫിനാൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻസ് മാറ്റേഴ്സിൽ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതിനെ 3 തട്ടുകളിലായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി ബേസിൽ. ഡെയിലി ബേസിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ക്യാഷ് ബാലൻസ് ആണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ലിക്വിഡിറ്റി പവറാണ്. കാരണം നമ്മുടെ ഡെയിലി നീഡുകൾ, അതിപ്പോൾ പലപ്പോഴും എന്തെങ്കിലും ബില്ലുകൾ പേ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ സാലറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നതിന് വരുന്ന ആ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് ബാലൻസ് നമുക്കുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തലാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമ്മുടെ കയ്യിൽ ഇനഫ് ക്യാഷ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ നമുക്കതൊരു സ്ട്രെങ്ത് തന്നെയാണ്. അപ്പോൾ ഡെയിലി ബേസിൽ ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി പോവുക. രണ്ടാമത്തെ കാര്യം ഡെയിലി ബേസിൽ സെയിൽസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സെയിൽസ് എന്തിനാണ് ഡെയിലി ചെക്ക് ചെയ്യുന്നത്? ടു മോണിറ്റർ റവന്യൂവിൻ്റെ പാർട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് പോകാൻ. അതുപോലെ നമ്മുടെ ടാർഗറ്റ്സ്, നമ്മൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ടാർഗറ്റ്സ് ഉണ്ടായിരിക്കണം. ആ ടാർഗറ്റ്സിലേക്ക് എത്രത്തോളം ആയി എന്നുള്ളത് അസസ് ചെയ്യാനും കൂടെ വേണ്ടിയാണ് സെയിൽസ് ഡെയിലി ചെക്ക് ചെയ്ത് പോകുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ മെട്രിക്സ് ആണ്. മൂന്നാമത്തെ കാര്യം അക്കൗണ്ട്സ് റിസീവബിൾ, അഥവാ നമുക്ക് കിട്ടാനുള്ള പേയ്മെൻറ്റുകൾ. ചില ബിസിനസ്സുകളിലൊക്കെ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അന്ന് തന്നെ ബില്ല് ചെയ്ത് അന്ന് സെയിൽ നടന്നതിൻ്റെ പേയ്മെൻറ്റ് എപ്പോൾ വരും, ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. അത് അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെങ്കിൽ ഇന്ന് കിട്ടാനുണ്ടായിരുന്ന പേയ്മെൻറ്റുകൾ വന്നിട്ടുണ്ടോ, ആ പേയ്മെൻറ്റ് കളക്ഷൻ്റെ കാര്യങ്ങൾ സമയത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് ഡെയിലി ബേസിൽ ഉറപ്പ് വരുത്തി പോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വീക്കിലിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ വീക്കിലി ക്യാഷ് ഫ്ലോ ആണ് രണ്ടാമത്തെ കാര്യം. പല സ്ഥാപനങ്ങളിലും വീക്കിലി പേയ്മെൻറ്റ് പ്ലാനേഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ടാവും. പലരും സാറ്റർഡേകളിൽ, നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ശനിയാഴ്ച ദിവസങ്ങളിൽ സെറ്റ് ചെയ്ത് തിങ്കൾ മുതൽ അടുത്ത ശനി വരെ വരേണ്ടിയിരുന്ന പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, കൊടുക്കാനുള്ള പേയ്മെൻറ്റ്സ് ഏതാണ്, ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആ ഇൻഫ്ലോനെ ഔട്ട്ഫ്ലോനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത് വീക്കിലി ബേസിൽ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് ബിസിനസ്സിൽ വരുന്ന പല എക്സ്പെൻസുകളും കവർ ചെയ്യാനുള്ള എമൗണ്ടുകൾ പ്രോപ്പറായി എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താനും സഹായിക്കും. എക്സ്പെൻസുകളെ പറ്റി വീക്കിലിയുള്ള ഒരു അനാലിസിസാണ് അടുത്ത കാര്യം. റിവ്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് വീക്കിലി എക്സ്പെൻസുകൾ. നമ്മുടെ ബഡ്ജറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണോ എക്സ്പെൻസുകളൊക്കെ പോയിരിക്കുന്നത്, അതുപോലെ തന്നെ എവിടേക്കാണ് ഇനി കോസ്റ്റ് കട്ട് ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളത്, ഇതൊക്കെ വീക്കിലി അസസ് ചെയ്യുന്നത് നന്നായിരിക്കും. മൂന്നാമത് സെയിൽസ് മെട്രിക്സ് ആണ്. നമ്മുടെ ആ മന്ത്ലി ടാർഗറ്റ്സിനെ വീക്കിലി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4 ആയിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ എത്തിയിട്ടുണ്ട്, എന്താണ് ട്രെൻഡ് പോകുന്നത്, എങ്ങനെ അടുത്ത ആഴ്ചയിൽ എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടോ, ഇതൊക്കെ ആഴ്ചയിലെ റിവ്യൂയിലൂടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ഡെയിലി കഴിഞ്ഞു, വീക്കിലി കഴിഞ്ഞു, അടുത്ത മന്ത്ലി നമ്മൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പല സ്ഥാപനങ്ങളിലും P&L അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രോപ്പർ റിവ്യൂയോ ഒരു ഡിസ്കഷനോ ഒന്നും ഉണ്ടാവാറില്ല. തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. അതും ഒന്നാമത്തെ ആഴ്ച തന്നെ, പരമാവധി ഒരു 5-ാം തീയതി 6-ാം തീയതിക്ക് ഉള്ളിലെങ്കിലും തലേ മാസത്തെ P&L ഡിസ്കഷൻ വെച്ചാലാണ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നെക്സ്റ്റ് മന്തിൽ പ്രവർത്തനം നീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മുടെ റവന്യൂവിൻ്റെ എക്സ്പെൻസിൻ്റെ സൈഡ്, നെറ്റ് ഇൻകത്തിൻ്റെ കാര്യം, പ്രോഫിറ്റബിൾ ആണോ ലോസ് ആയിട്ടാണോ കമ്പനി പോകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന മാനേജേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജേഴ്സ് സംരംഭം നടത്തുന്ന ആളുകളെ ഗൈഡ് ചെയ്യേണ്ട ഒരു ഏരിയയും P&L നിന്ന് എന്താണ് കണ്ടെത്തൽ, എന്ത് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം, അതിനൊരു റിവ്യൂ നോട്ട് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. ദെൻ ബാലൻസ് ഷീറ്റ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കമ്പനിയുടെ അസറ്റ്, ലയബിലിറ്റി ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തത നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്നാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിവ്യൂ ഉണ്ടാവുക. അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു റിവ്യൂ മന്ത്ലി ബേസിൽ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബഡ്ജറ്റിങ് നിർബന്ധമായും ചെയ്യും. ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വലിൻ്റെ ഒരു കമ്പാരിസൺ. ബഡ്ജറ്റ് പലരും ഇട്ടിട്ടുണ്ടാവും. മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കണം. ബഡ്ജറ്റ് ചെയ്യുമ്പോഴാണ് സെയിൽസ് ഫോർകാസ്റ്റ് അതിൽ വരിക. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ച്വലി എന്ത് സംഭവിച്ചു, ആ ബഡ്ജറ്റിനോട് എത്രത്തോളം നീതി പുലർത്തി, അല്ലെങ്കിൽ എത്ര വേരിയൻസ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മന്ത്ലി ചെക്ക് ചെയ്യണം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കീ റിസൾട്ട് ഏരിയകളും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പെർഫോമൻസിൻ്റെ ചില സൂചികകൾ, അത്തരം കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക. അതിൻ്റെ അകത്ത് കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ്, നമുക്ക് ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഒരു കസ്റ്റമറെ കിട്ടാൻ, ഒരു ലീഡ് കിട്ടാൻ എത്ര കോസ്റ്റ് ചിലവായി, അത് കുറഞ്ഞു വരുന്നുണ്ടോ, ഓരോ മാസങ്ങളും ചെല്ലുന്തോറും ചിലവ് കുറച്ച് കസ്റ്റമറെ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഗ്രോസ് മാർജിൻ നമ്മുടെ ബിസിനസ്സിൽ എത്ര കിട്ടി, കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എങ്ങനെ പോകുന്നു, ഇത്തരം കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഡെയിലി, വീക്കിലി, മന്ത്ലി ആയിട്ട് ഫിനാൻഷ്യൽ മെട്രിക്സുകൾ ഡിവൈഡ് ചെയ്ത് തന്നെ റിവ്യൂ ചെയ്താൽ സ്ഥാപനത്തിൻ്റെ മുന്നോട്ട് പോക്ക് വളരെ നല്ല രീതിയിലാവും. ഇത് റെഗുലറായി ചെക്ക് ചെയ്യുമ്പോൾ സാധ്യതയിലുള്ള, അതായത് പൊട്ടൻഷ്യലായിട്ടുള്ള ചില ഇഷ്യൂസ് നേരത്തെ കണ്ടെത്താനും അതിനനുസരിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാനും നമ്മുടെ ബിസിനസ് ഗോളുകൾ സക്സസ്ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഫിനാൻസ് മാനേജ്മെൻറ്റിനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മെട്രിക്സ് റിവ്യൂ ചെയ്യുന്നതിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുക. നല്ല രീതിയിൽ കമ്പനിയെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക. താങ്ക് യു സോ മച്ച്.